ഹായ് ഓൾ. അപ്പോൾ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിലെ 3 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. റിസ്ക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു, അതിനെ ക്വാണ്ടിഫയബിൾ ടേംസിൽ അസസ് ചെയ്തു. ക്വാണ്ടിഫയബിൾ ടേംസിലേക്ക് ആക്കുന്നതിനാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്, അത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ അസസ് ചെയ്ത് വെച്ചേക്കുന്ന റിസ്ക്കുകളെ എടുത്ത് പ്രയോറിറ്റൈസ് ചെയ്തു. ഏതിനാണ് പ്രയോറിറ്റി ഉള്ളതെന്നുള്ളത് ഇവിടെ പ്രയോറിറ്റി വരെ ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ റിസ്കിനെ എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യാം. ആ റിസ്കിനെ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ റിസ്കിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സ്റ്റെപ്പ് 4 അല്ലെങ്കിൽ 4ാമത്തെ പ്രോസസ്സായിട്ട് വരുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ 4ാമത്തെ പ്രോസസ്സായിട്ട് വരുന്ന റെസ്പോൺസ് പ്ലാനിങ്. നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പോവാം ഓരോ റിസ്കിനെയും. നമുക്ക് നോക്കാം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് നമുക്ക് നോക്കാം, എന്താ എഴുതിയേക്കുന്നതെന്ന് വായിച്ചു നോക്കാം. After identifying, assessing, ranking risk, management must decide how to respond to each one. ഞാൻ പറഞ്ഞതുപോലെ ഐഡൻറ്റിഫൈ ചെയ്ത് അസസ് ചെയ്ത് റാങ്ക് ചെയ്ത് അല്ലെ പ്രയോറിറ്റൈസേഷൻ കൊടുത്ത് വെച്ചേക്കുക. ഇനി എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ഓരോന്നിനെ, അതാണ് ഈ ഒരു ഇതിൽ നോക്കുന്നത്. The choice depends on likelihood of loss, the potential amount of loss and cost and benefit of each possible response. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി പോകണം. ഒന്നുമില്ല, എത്രത്തോളം ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി ഉണ്ട്, നടക്കാനുള്ള സാധ്യതയുണ്ട് ഒന്ന്. രണ്ടാമത്തത്, ഇനി ഇത് നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം പൊട്ടൻഷ്യലി നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യും. ഓക്കെ. 3, എത്രത്തോളം കോസ്റ്റ് കാര്യങ്ങൾ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം ബെനിഫിറ്റ്സ് നമുക്ക് ഇതിൽ നിന്നുണ്ടാവും എന്ന് നോക്കും. അങ്ങനെ നോക്കിയിട്ട് ഇനിയിപ്പോൾ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കോസ്റ്റാണ്, അപ്പോൾ ആ റിസ്ക്കുകളൊക്കെ നമ്മൾ വേറെ രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് 5 രീതിക്കാണ് മെയിൻലി റിസ്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. 5 സ്ട്രാറ്റജീസാണ് ഉള്ളത്. നമുക്ക് ഓരോന്നും നോക്കാം. അവോയ്ഡിങ് ഓർ എലിമിനേറ്റിംഗ് ദ റിസ്ക് എന്താ പറയുന്നത്, വായിച്ച് നോക്കാം. അതിലെന്താ പറയുന്നത്, അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. അതിനുശേഷം ഒരു എക്സാമ്പിൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. ദിസ് സ്ട്രാറ്റജി ഈസ് സ്യൂട്ടബിൾ വെൻ ബോത്ത് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് and the potential loss are high and the company determines that the risk is not worth taking. Avoiding the risk can mean changing business plans, withdrawing from risky market or stopping a particular operation altogether. എന്തോ വായിച്ചു, മനസ്സിലായോ? ഒന്നുമില്ലടാ, സിമ്പിളാണ്. ഞാനിപ്പോൾ നോക്കുവാണ്, ഒരു റിസ്കിനെ കുറിച്ച് നോക്കിയപ്പം അത് നടക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതേപോലെ തന്നെ നടന്നു കഴിഞ്ഞാൽ ഇമ്പാക്റ്റും ഭയങ്കര നഷ്ടം ഉണ്ടാവും നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആലോചിച്ചു, അതിങ്ങനെ എന്ത് ചെയ്യും, ആ റിസ്ക് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യും? ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വേ എന്ന് ഞാൻ ചെയ്യാമെന്ന് കരുതി ഞാൻ ചെയ്തേക്കുന്ന ബിസിനസ് അങ്ങ് നിർത്തി. ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം, ആ ഒരു കേസിലല്ലേ ആ ഒരു റിസ്ക് ഉണ്ടാവുള്ളൂ. അത് ചെയ്യുന്നില്ല, അത് വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്തു, എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ആ റിസ്ക്കും എന്തായി, എലിമിനേറ്റ് ആയി പോകും. റിസ്ക് എലിമിനേറ്റ് ആവുന്ന ഒറ്റ കേസാണിത്. നമ്മൾ എന്ത് ചെയ്തു, എന്താണോ ചെയ്യാനിരുന്നത്, എന്ത് ചെയ്യുമ്പോഴാണോ റിസ്ക് ഉണ്ടാവുന്നത്, ആ കാര്യം ചെയ്തില്ല. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പൊട്ടൻഷ്യൽ ലോസ് ആയിയാണ്. അതുപോലെ കമ്പനിക്ക് എന്ത് ചെയ്ത്, ആ റിസ്ക് എടുക്കാൻ റെഡി അല്ല, വെർത്തല്ല. നോക്കിയപ്പോഴത്തേക്ക് ആ റിസ്ക് എടുക്കുന്നത് കൊണ്ട് കമ്പനി വെർത്തല്ല. കാരണം അത് ഭയങ്കര പാടാണ് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട്. ആ കേസുകളിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അവോയ്ഡിങ് ദ റിസ്ക് ആൻഡ് മീൻസ് ചേഞ്ചിങ് ബിസിനസ് പ്ലാൻ. എങ്ങനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബിസിനസ് പ്ലാൻ തന്നെ മാറ്റാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ റിസ്കി മെറ്റീരിയലിൽ നിന്ന് നമ്മൾ പിൻവാങ്ങും, മീൻസ് വിഡ്രോ ചെയ്യാം. അതേപോലെ സ്റ്റോപ്പിങ് എ പർട്ടിക്കുലർ ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഓപ്പറേഷൻ അങ്ങ് നിർത്തി. ഒരു എക്സാമ്പിൾ നോക്കാം. എ കമ്പനി സ്റ്റോപ്സ് പ്രൊഡ്യൂസിങ് എ കെമിക്കൽ ദാറ്റ് ഫേസസ് സ്ട്രിക്റ്റ് എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ലോസ് കിട്ടും. ഒരു കെമിക്കൽ വെച്ചിട്ട്, ഒരു കെമിക്കൽ മീൻസ് നമ്മൾ എന്തെങ്കിലും മരുന്നുണ്ടാക്കുമെന്ന് കരുതി, ഭയങ്കര വലിയൊരു കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. മീൻസ് മെഡിസിൻസ് അല്ലാതെ എന്തെങ്കിലും, മീൻസ് കൃഷി സംബന്ധമായിട്ടുള്ളതോ ഫെർട്ടിലൈസേഴ്സോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഈ കെമിക്കൽ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്, കിട്ടത്തില്ല. അത് കിട്ടിയാൽ തന്നെ അതിന് ഭയങ്കര നിയമം പ്രശ്നങ്ങൾ, ഒരുപാട് ടാക്സ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അവിടെ റിസ്ക്കാണ് എനിക്കത് ഉണ്ടാകുന്നത്. ആ റിസ്ക് നിർത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും ഞാൻ ആ ഒരു കെമിക്കൽ പർച്ചേസിങ്, ആ ഒരു കെമിക്കൽ കൊണ്ടുള്ള പരിപാടി ഫുള്ളായിട്ട് അങ്ങ് നിർത്തി. അതാണ് അവോയ്ഡിങ് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക റിസ്കിനെ. ഇങ്ങനെ നമുക്ക് എലിമിനേഷൻ പറ്റുള്ളൂ, അല്ലാതെ റിസ്കിനെ ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്കിനി അടുത്ത് നോക്കാം. ഏറ്റവും കൂടുതൽ കേസിൽ പറ്റുന്ന കാര്യം ഈ പറഞ്ഞേക്കുന്ന റെഡ്യൂസിങ് ഓർ മിറ്റിഗേറ്റിംഗ് ദ റിസ്ക്. കുറയ്ക്കുക, ഓരോ സ്റ്റെപ്സ് അല്ലെ ഓരോ മെഷേഴ്സ് എടുത്തിട്ട് റിസ്കിനെ കുറയ്ക്കുക. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. റിസ്ക് റിഡക്ഷൻ ഓർ മിറ്റിഗേഷൻ ഇൻവോൾവ്സ് ടേക്കിംഗ് സ്റ്റെപ്സ് ടു മിനിമൈസ് ദ ലൈക്ലിഹുഡ് ഓഫ് റിസ്ക് ഒക്കറിങ് ഓർ റെഡ്യൂസിങ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ഇഫ് ഇറ്റ് ഡസ് ഒക്കർ.
ഇവിടെ നമ്മൾ രണ്ട് രീതിക്കല്ലേ റിസ്കിനെ നോക്കുന്നത്, മീൻസ് രണ്ടല്ല മൂന്ന്, ഇതിൽ രണ്ട് രീതി, രണ്ട് കാര്യങ്ങൾ ഇവിടെ വരുന്നത്. ഒന്ന്, സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ 90% സംഭവിക്കും. നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു, മീൻസ് ഒരു സ്റ്റെപ്സ് എടുത്തപ്പോഴത്തേക്ക് എന്തായി, അതൊരു 50% അല്ലെങ്കിൽ 40% കുറയ്ക്കാൻ വേണ്ടി പറ്റി. റിസ്ക് ഫുള്ളി പോയോ? പോയിട്ടില്ല, കുറച്ചു. ഒരു സ്റ്റെപ്പ് എടുത്തത് കൊണ്ട് അതിൻ്റെ പ്രോബബിലിറ്റി കുറയ്ക്കാം. അല്ലെങ്കിൽ 90% തന്നെ ഉണ്ട്, ഇപ്പോഴും സാധ്യത അതേപോലെ തന്നെ. പക്ഷേ ഇത് സംഭവിച്ചാൽ ഉണ്ടാകുന്ന ലോസ് ഫസ്റ്റ് എനിക്ക് ഒരു 800,000 ആയിരുന്നു. ഓക്കെ, ഞാൻ കുറച്ച് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ലോസ് കുറച്ചൊരു 100,000 എത്തിച്ചു. നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അപ്പോൾ റെഡ്യൂസ് ചെയ്തു. എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്തത്? എന്തെങ്കിലും സ്റ്റെപ്സ് എടുത്തിട്ട്, ഓക്കെ, സ്റ്റെപ്സ് എടുത്തിട്ടായിരിക്കും റെഡ്യൂസ് ചെയ്യുന്നത്. മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് റിസ്കുകളിൽ നോർമലി ചെയ്യുന്ന കാര്യമാണിത്. ഓക്കെ, ദിസ് ഈസ് പ്രോ ആക്റ്റീവ്. സംഭവിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോ ആക്റ്റീവ് അപ്രോച്ചാണിത്. ദ കമ്പനി റെക്കഗ്നൈസസ് ദാറ്റ് ദ റിസ്ക് കാനോട്ട് ബി എൻറ്റയർലി എലിമിനേറ്റഡ്. എന്തായിട്ടില്ല, ഫുള്ളി എലിമിനേറ്റ് ആയിട്ടില്ല. ബട്ട് സീക്ക് ടു കൺട്രോൾ ഇറ്റ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റി. എങ്ങനെ? ടു പ്രിവെൻറ്റീവ് ഓർ കറക്റ്റീവ് മെഷേഴ്സ്. നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ സ്റ്റെപ്സ് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷേ എന്തായിട്ടില്ല, എലിമിനേറ്റ് ആയിട്ടില്ല. ഓക്കെ അല്ലേ? റിസ്കിനെ കുറയ്ക്കുക, അത്രേ ഉള്ളൂ ഒറ്റ വാക്കി പറയുവാണെങ്കിൽ. എക്സാമ്പിൾ ഉണ്ട്. എൻ്റെ കമ്പനീസിൽ ഹ്യൂമൻ എറേഴ്സ് അല്ലെ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ ചുമ്മാ ഉണ്ടാവുക. മീൻസ് ഓപ്പറേഷൻസിനകത്ത് ചുമ്മാ എറേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക എൻ്റെ എംപ്ലോയീസ്. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? എംപ്ലോയീസിനെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തു. എങ്ങനെയാണ് എറേഴ്സ് ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടതെന്ന് ട്രെയിനിങ് കൊടുത്തു. ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തില്ല. അതിന് ശേഷം നോക്കിയപ്പം എന്നിട്ടും എറേഴ്സ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നേരത്തെ അപേക്ഷിച്ച് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, റിസ്കിനെ കുറച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോയാലോ? ട്രാൻസ്ഫറിങ് ഓർ ഷെയറിങ് ദ റിസ്ക്. ഇത് ഈ റിസ്ക് ചോദിക്കുമ്പോൾ നമുക്കൊരു ടൈപ്സ് ഓഫ് റിസ്ക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഹസാർഡ് റിസ്ക് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? നമ്മൾ ഇൻഷുറൻസ് വെച്ചിട്ട് എന്ത് ചെയ്തു? റിസ്കിനെ കുറയ്ക്കു. അങ്ങനെ പറ്റുന്ന റിസ്ക്കുകളാണ് ഹസാർഡ് റിസ്കിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇൻഷുറൻസ് വെച്ച് കുറച്ചു. നമ്മൾ എന്ത് ചെയ്യുവാടാ? നമ്മളെ റിസ്കിനെ ഇൻഷുറൻസ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമല്ലേ, വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ട് റിസ്കിനെ കുറച്ചു. ഓക്കെ, ഫുള്ളായി എലിമിനേറ്റ് ആവുന്നില്ല, ഇവിടെയും കുറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ട്രാൻസ്ഫറിങ് ഓഫ് റിസ്ക്. ദിസ് അപ്രോച്ച് ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് ദ ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ്. നമുക്ക് ഉണ്ടാവേണ്ട ഇമ്പാക്റ്റ്, ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റിനെ ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക ഓഫ് എ റിസ്ക് ടു അനദർ പാർട്ടി ത്രൂ കോൺട്രാക്ട്, ഇൻഷുറൻസ്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഡെറിവേറ്റീവ്സ് ഒക്കെ അറിയില്ല. ഡെറിവേറ്റീവ്സ് ഒക്കെ പാർട്ട് 2 സെക്ഷൻ ബിയിൽ പഠിക്കുന്നതാണ്. ഡെറിവേറ്റീവ്സ് ഉണ്ട്, ഓപ്ഷൻസ്, വാറൻറ്റി, അങ്ങനെ പല കാരണങ്ങൾ വെച്ച് നമുക്ക് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിസ്ക്കുകളെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഫൈനാൻഷ്യൽ റിസ്ക്കുകൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യാം? ഇൻഷുറൻസ് എടുത്തിട്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കൊടുത്ത്, ഞാൻ ഒരാൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തേക്കുക, അതിനകത്തുണ്ടാകുന്ന റിസ്ക് ആ കോൺട്രാക്റ്റിന് നോക്കിക്കോണം, എനിക്ക് ഇനി ഉണ്ടാവില്ല, ഞാൻ അതിൻ്റെ റെസ്പോൺസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തു റിസ്കിനെ. ഓക്കെ, അതാണ് ട്രാൻസ്ഫറിങ് ഓഫ് റിസ്ക്. എക്സാമ്പിൾ ഇൻഷുറൻസ്, ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇൻഷുറൻസ്. ട്രാൻസ്ഫറിങ് റിസ്ക് ടു ആൻ ഇൻഷുറൻസ് കമ്പനി. എക്സാമ്പിൾ പ്രോപ്പർട്ടി ഓർ ലയബിലിറ്റി ഇൻഷുറൻസ്. എൻ്റെ ബിൽഡിങ് തീ പിടിച്ചു, ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ റിസ്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുക. തീപിടുത്തം സംഭവിച്ച് ലോസ് ആവുന്ന എമൗണ്ടിൻ്റെ ഒരു പകുതി, കുറച്ചൊക്കെ, പകുതി കൂടുതൽ എനിക്ക് എന്ത് കിട്ടും? ഇൻഷുറൻസ് കിട്ടും. റിസ്ക്കുകളെ കുറച്ചു. ഓക്കെ, നമുക്ക് അടുത്തതാണ് റീറ്റൈൻഡ് റിസ്ക് ഓർ റിസ്ക് റിറ്റൻഷൻ. ആ പേരിലുണ്ട് റിറ്റൻഷൻ, നിലനിർത്തുക. നോക്കാം. ദിസ് ഈസ് അപ്രോച്ച് വെൻ ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫറിങ് ദ റിസ്ക് എക്സീഡ്സ് ദ പൊട്ടൻഷ്യൽ ഫൈനാൻഷ്യൽ ലോസ്. അതായത് ഇതൊന്നുമില്ല, സിമ്പിളാണ്. ഞാനിപ്പം ഈ റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലവുകൾ വരും, അല്ലാതെ വെറുതെ കുറയില്ലല്ലോ ഒരിക്കലും. ഇപ്പം ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോവുക, എനിക്ക് അവിടെ കുറേ കോസ്റ്റുകൾ വരുന്നുണ്ട്. ഞാൻ ആ കോസ്റ്റിനെ നോക്കി. അതുപോലെ തന്നെ ഈ റിസ്ക് സംഭവിച്ചാൽ എനിക്ക് വരുന്ന നഷ്ടത്തിനെ നോക്കി. എനിക്ക് നഷ്ടം വെറും 50,000 ഉണ്ടാകത്തുള്ളൂ ഈ ഒരു റിസ്ക് സംഭവിച്ചാൽ. പക്ഷേ ഈ ഒരു റിസ്കിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മീൻസ് ഈ ഒരു റിസ്കിനെ കുറയ്ക്കാനായിട്ട് വരുന്ന കോസ്റ്റ് എനിക്ക് 1 ലക്ഷമാണ്. നീ ആലോചിച്ച് നോക്കിയടാ, 1 ലക്ഷം മുടക്കിയിട്ട് 50,000 സേവ് ചെയ്യണോ? മറ്റേ സിനിമയിൽ സിദ്ദീഖ് പറയില്ലേ, നഷ്ടപ്പെട്ടു പോയ 2 കോടി തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ 5 കോടി വരെ മുടക്കാൻ തയ്യാറാണെന്ന്. അതുപോലത്തെ ഒരു അവസ്ഥയായി പോയല്ലേ ഇത്. ആലോചിച്ച് നോക്കിയടാ, 100,000 1 ലക്ഷം മുടക്കിയിട്ട് 50,000 സേവ് ചെയ്യണോ? വേണ്ട. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? നമ്മൾ റിസ്കിനെ അങ്ങ് നേരിടും, റിസ്കിനെ അതേപോലെ നിർത്തും. കാരണം കോസ്റ്റ് കൂടുതലാണ് റിസ്കിനെ കുറയ്ക്കാനുള്ളത്. പക്ഷേ റിസ്ക് സംഭവിച്ചാൽ അതിനെക്കാട്ടിലും കുറവ്, ആ കോസ്റ്റിൻ്റെ അത്രയും പോലും നമുക്ക് നഷ്ടം ഉണ്ടാവുന്നില്ല. സെറ്റല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കമ്പനി മേ ആൾസോ റീറ്റെയിൻ റിസ്ക് ഇഫ് ദ ലോസസ് ആർ സ്മാൾ, പ്രെഡിക്റ്റബിൾ ഓർ മാനേജബിൾ. അതുപോലെ തന്നെ എപ്പോഴാണ് റീറ്റെയിൻ ചെയ്യുമെന്ന് പറയാമോ? ഭയങ്കര കുറഞ്ഞ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുറവായിരിക്കും എന്ത് അതിൽ നിന്നുണ്ടാകുന്ന ലോസ്. അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് ആണ്, ഓൾറെഡി ഇത്രയും ലോസ് സംഭവിക്കുന്നവർ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചേക്കും, അവർക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവർക്കൊന്ന് ശ്രമിച്ച് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അങ്ങനത്തെ കേസുകളിലൊക്കെ കമ്പനി എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും റിസ്കിൻ്റെ. റിട്ടൻഷൻ ക്യാൻ ബി പ്ലാൻഡ് ഓർ അൺപ്ലാൻഡ്. റിട്ടേൺ ചെയ്യുന്നത് ചില സമയത്ത് മീൻസ് മനസ്സിലാക്കിയിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാം, ചില സമയത്ത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോകും, ഇവർ പോലും അറിയില്ല റിസ്ക് സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടാവും, പ്ലാൻഡും ആവാം അൺപ്ലാൻഡും ആവാം. എക്സാമ്പിൾ, അബ്സോർബിങ് മൈനർ ഡാമേജസ് ഓർ പ്രൊഡക്റ്റ് റിട്ടേൺസ് വിത്തൗട്ട് ബൈയിങ് ഇൻഷുറൻസ് കവറേജ്. സാധാരണഗതിയിൽ വലിയ വലിയ കമ്പനീസൊക്കെ ഈ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യുന്നതിന് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനൊക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ റിട്ടേൺ വരുവാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും, പൈസ കിട്ടും. പക്ഷേ ഇൻഷുറൻസ് ചെയ്യുന്ന കോസ്റ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ മൈനറായിട്ട് വരുന്ന ഇതൊക്കെ എന്ത് ചെയ്യും, കമ്പനി അങ്ങ് സഹിക്കും. ഡാമേജ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ റിട്ടേൺസ് ഒക്കെ കമ്പനി എന്ത് ചെയ്യും, സഹിക്കും. അത് ഇൻഷുർ ചെയ്യാൻ വേണ്ടി പോകത്തില്ല, അതിൻ്റെ കോസ്റ്റ് പോലും കമ്പനിക്ക് കിട്ടാതെ വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തതാണ്, ലാസ്റ്റ് വണ്ണാണ് എക്സ്പ്ലോയിറ്റിംഗ് ഓർ അക്സെപ്റ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. നേരത്തെ റീറ്റേൺ ചെയ്യുക ചെയ്തത്, ഇവിടെ അക്സെപ്റ്റ് ചെയ്യുക, സമ്മതിക്കുകയാണ് നമ്മൾ. ഓക്കെ, ദിസ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് ഡെലിബറേറ്റ്ലി ടേക്കിംഗ് ഓൺ റിസ്ക്. എന്ത് ചെയ്യുന്നു, കമ്പനി സ്വമേധയാ എന്ത് ചെയ്യുക, റിസ്ക് ടേക്ക് ചെയ്യുക, എടുക്കുകയാണ്. കാരണം എന്താ, ബിക്കോസ് ഡൂയിങ് സോ മേ ലീഡ് ടു ഹയർ റിട്ടേൺ ഓർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. നമ്മൾ സെക്ഷൻ ബിയിൽ പഠിക്കുന്നൊരു ടോപ്പിക്കാണ് റിസ്ക് ആൻഡ് റിട്ടേൺ. ഓക്കെ, അത് ഇവിടെ കണക്റ്റഡാണ് ഭയങ്കരമായിട്ടും. അവിടെ നമ്മൾ റിസ്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ റിസ്ക് എടുക്കുന്നത് കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൂടുതൽ കിട്ടും, റിട്ടേൺ കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പം ഞാനിവിടെ റിസ്ക് എടുക്കാൻ റെഡിയാണ്. എന്തുകൊണ്ട്, എനിക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഞാനിപ്പോൾ ആ റിസ്കിനെ എന്ത് ചെയ്യുവാണ്, അക്സെപ്റ്റ് ചെയ്യുവാണ്. അതാണ് അക്സെപ്റ്റിംഗ് ദ റിസ്ക്. ഓക്കെ അല്ലേ? എനിക്ക് റിട്ടേണിന് വേണ്ടി ഞാൻ എന്താ റിസ്ക് എടുക്കുവാണ്, അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. റാദർ ദാൻ ഫിയറിംഗ് അൺസർട്ടനിറ്റിയെ കുറിച്ച് പേടിച്ചിരിക്കാതെ ദ കമ്പനി ട്രീറ്റ്സ് സെർട്ടൈൻ റിസ്ക് ആസ് ഓപ്പർച്യൂണിറ്റി. കമ്പനി എന്താണ്, ആ റിസ്കുകളൊക്കെ ഒരു അവസരമായിട്ട് കാണും, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, എഫക്റ്റീവ് റിസ്ക് എക്സ്പ്ലോയിറ്റേഷൻ മീൻസ് ഐഡൻറ്റിഫൈയിങ് വിച്ച് റിസ്ക് ഇഫ് മാനേജ്ഡ് പ്രോപ്പർലി കുഡ് എൻഹാൻസ് കമ്പനി വാല്യൂ ഓർ ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ കമ്പനി ആ റിസ്കിനെ എക്സ്പ്ലോർ ചെയ്യുവാണ്. എക്സ്പ്ലോർ ചെയ്ത് നോക്കി അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ റിസ്കിനെ മാനേജ് ചെയ്യുവാണെങ്കിൽ, പ്രോപ്പർലി മാനേജ് ചെയ്യുവാണെങ്കിൽ, കമ്പനി ഹാൻഡിൽ ചെയ്യുവാണ്, അങ്ങനെ ആണെങ്കിൽ എന്ത് കിട്ടും കമ്പനിക്ക്, ഒന്നെങ്കിൽ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കമ്പനിയുടെ വാല്യൂവിന് എൻഹാൻസ് ചെയ്യാം, കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ കമ്പനി റിസ്കുകൾ അക്സെപ്റ്റ് ചെയ്യും. എക്സാമ്പിൾ എന്താ പറഞ്ഞേക്കുന്ന, ഇൻവെസ്റ്റിംഗ് ഇൻ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ വെഞ്ചേഴ്സ് ലൈക്ക് എ ന്യൂ ടെക്നോളജി ഓർ എമർജിങ് മാർക്കറ്റ്. പുതിയൊരു ടെക്നോളജി മാർക്കറ്റിൽ ഇറക്കി, വർക്കാവോ ഒന്നും അറിയില്ല, അവിടെ പോയെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഭയങ്കര റിസ്ക് എടുത്തേക്കുന്നത്. പക്ഷേ അതിനകത്ത് കിട്ടുന്ന റിട്ടേണും അതേപോലെ ഹയർ ആയിരിക്കും. ആ റിട്ടേൺ എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ ആ റിസ്ക് എടുത്തേക്കുന്നത്. റിസ്കിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ആ റെസ്പോൺസ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളൂ, ഒരു പ്രോസസ്സ് കൂടെ കഴിഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ പ്രോസസ്സ്, ലാസ്റ്റ് പ്രോസസ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്, ഒരു കമ്പനിയിൽ റിസ്ക് വന്നാൽ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ഓക്കെ ആവും. ഓക്കെ, നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.